ഹായ് ഫ്രണ്ട്സ്, ആർഫ്രയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ജൂൺ 27 ഫ്രൈഡേ ആ ഒരു ട്രേഡിംഗ് ഡേയിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തത് 25,637 എന്ന ലെവലാണ്. എന്നാൽ ആ റേഞ്ചിൽ ക്ലോസ് ചെയ്ത നിഫ്റ്റി ഈ ജൂൺ 4 തീയതി ലാസ്റ്റ് ഫ്രൈഡേ ക്ലോസ് ചെയ്ത് 25,461 എന്ന റേഞ്ചിലാണ്. അതായത് ഏകദേശം 176 പോയിന്റിന്റെ ഒരു ഇടിവിലാണ് കഴിഞ്ഞ ഒരാഴ്ച നിഫ്റ്റി നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ വരാൻ പോകുന്ന ഗ്ലോബൽ ട്രേഡ് ഈവൻസിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻവെസ്റ്റേഴ്സ് ഒരു കോഷ്യസ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുകയും അത്യാവശ്യം പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ നടക്കുകയും ചെയ്തുകൊണ്ടാണ് നിഫ്റ്റി ഒരു റേഞ്ച് ബൗണ്ടിൽ നെഗറ്റീവ് ടെറിട്ടറിയിൽ നിൽക്കുന്നത്. എന്നാൽ നിഫ്റ്റി 50യുടെ ആ ഒരു ലാർജ് ക്യാപ് സെഗ്മെന്റ് അങ്ങനെയൊക്കെ ആണെങ്കിലും 21,840 എന്ന ലെവലിലുണ്ടായിരുന്ന മിഡ് ക്യാപ് 150 ഇൻഡെക്സ് ഇപ്പോൾ നമ്മൾ കാണുന്നത് 21,973 എന്ന ലെവലാണ്. അവിടെ 133 പോയിന്റിന്റെ ഒരു അപ്സൈഡാണ് മിഡ് ക്യാപ് സെഗ്മെന്റിൽ നമ്മൾ കാണുന്നത്. അതേപോലെ സ്മോൾ ക്യാപ് 250 നോക്കിക്കഴിഞ്ഞാൽ അവിടെ ജൂൺ 27 ഫ്രൈഡേ ഉണ്ടായിരുന്നത് 17,642 ആണ്. ആ ഒരു ലെവലിൽ നിന്ന് ഇപ്പോൾ കാണുന്നത് 17,762 എന്ന ലെവലാണ്. അതായത് 120 പോയിന്റ് അപ്പായിട്ടാണ് സ്മോൾ ക്യാപ് 250 ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബ്രോഡ് മാർക്കറ്റ്, അതായത് നിഫ്റ്റി 50 അല്ലെങ്കിൽ ടോപ്പ് 100 സ്റ്റോക്കുകളും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബ്രോഡ് മാർക്കറ്റിൽ മൊത്തത്തിൽ ഒരു പോസിറ്റീവ് മൊമെന്റമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് നിഫ്റ്റിയുടെ ഈ പ്രധാനപ്പെട്ട മിഡ് ക്യാപ് 150 ഇൻഡെക്സും സ്മോൾ ക്യാപ് 250 ഇൻഡെക്സും കൺസിക്യൂട്ടീവ് വീക്കുകളിൽ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ട് കാണുന്നു. അപ്പോൾ ഓവറോൾ മാർക്കറ്റ് ബെർത്ത് പോസിറ്റീവ് ആണെങ്കിലും നമ്മൾ ബെഞ്ച് മാർക്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഇൻഡെക്സിൽ 25,300 എന്ന ലെവലിന് മുകളിൽ നിഫ്റ്റി നിൽക്കുന്നിടത്തോളം കാലം നമുക്കൊരു ബുള്ളിഷ് സെന്റിമെന്റ്സ് നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു സെന്റിമെന്റ്സ് നിലനിൽക്കുകയാണെങ്കിൽ 25,800 26,100 വരെ പോകാനുള്ള ഒരു ടെൻഡൻസി നിഫ്റ്റിയിലുണ്ട്. എന്നാൽ ഇപ്പോൾ നമുക്ക് കാണുന്നത് 25,500 എന്നുള്ള ലെവലിൽ ഒരു റെസിസ്റ്റൻസ് ആണ്. യഥാർത്ഥത്തിൽ ഇത് മുമ്പേ ഒരു സപ്പോർട്ട് ലെവലായി നിന്നതാണ്. ഇപ്പോൾ അതൊരു റെസിസ്റ്റൻസ് ലെവലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ 25,500 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 25,800 മുകളിലേക്കും അത് ഒരുപക്ഷെ 26,100 അടുത്ത് വരെ പോകാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഇവന്റ് തീർച്ചയായിട്ടും അത് യുഎസിന്റെ റെസിപ്രോക്കൽ താരിഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡെഡ് ലൈനാണ്. ഇപ്പോൾ പല രാജ്യങ്ങൾക്കും ആദ്യം താരിഫ് ചുമത്തുകയും പിന്നീട് താൽക്കാലികമായി നിരോധനം ഏർപ്പെടുത്തുകയും അപ്പോൾ അത് ജൂലൈ 9 അവസാനിക്കുന്ന രീതിയിൽ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാണുന്ന റിപ്പോർട്ട് അനുസരിച്ച് 12 രാജ്യങ്ങൾക്ക് ലെറ്റർ അയക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. ഒന്നുകിൽ ഈ ലെറ്റർ പറഞ്ഞിട്ടുള്ള താരിഫ് സ്വീകരിക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക എന്നാണ് കത്തിന്റെ ഉള്ളടക്കമെന്ന് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതെല്ലാം രാജ്യങ്ങളാണ് എന്ന് അവിടെ വ്യക്തമായിട്ട് പറയുന്നില്ല. അപ്പോൾ ഇന്ത്യ US വളരെ നീണ്ട നെഗോഷിയേഷൻസ് നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ മീഡിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്ത്യൻ ഡെലിഗേറ്റ്സ് ഒക്കെ തിരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ WTA വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ നോംസ് അനുസരിച്ച് റെസിപ്രോക്കൽ താരിഫുകൾ US-നെതിരെ ചുമത്തും എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ കാണുന്നത്. അപ്പോൾ കൊമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയലും പറഞ്ഞിട്ടുള്ളത് ഇന്ത്യ ഈ ഒരു ഡെഡ് ലൈൻ അനുസരിച്ചിട്ടുള്ള ഒരു താരിഫ് അഗ്രിമെന്റിലേക്ക് പോകില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഫുള്ളി ഫൈനലൈസ് ചെയ്തതിന് ശേഷം നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റിനെ അടിയറ വെക്കാത്ത രീതിയിലുള്ള ഒരു ട്രേഡ് ഡീലിൽ മാത്രമേ ഇന്ത്യ ഒപ്പിടുകയുള്ളൂ എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പോർട്ട് സെക്ടേഴ്സ് ആയിട്ടുള്ള IT, ഫാർമസ്യൂട്ടിക്കൽസ്, ഓട്ടോ കമ്പോണൻസ് മേഖലയിൽ തീർച്ചയായിട്ടും ഒരു ബ്രേക്ക് ത്രൂ ആവശ്യമാണ്. അപ്പോൾ ഈ ട്രേഡ് ഡീല് അതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇപ്പം അടുത്ത ആഴ്ച നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നോക്കിക്കാണേണ്ട ഇവന്റ് തീർച്ചയായിട്ടും ഈ ഒരു US-ഇന്ത്യ ട്രേഡ് ഡീലായിരിക്കും. അപ്പോൾ അത് ഇന്ത്യയിൽ മാത്രമല്ല ഗ്ലോബൽ ഈക്വിറ്റീസിൽ തന്നെ വലിയ തോതിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഇവന്റ് ആയിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വരാൻ പോകുന്നത് Q1 ഏർണിംഗ്സ് റിപ്പോർട്ടുകളാണ്. അപ്പോൾ അടുത്ത ആഴ്ച TCSന്റെയും ടാറ്റ എലക്സിയുടെയും ആനന്ദരതി പോലെയുള്ള കമ്പനികളുടെ Q1 റിസൾട്ടുകൾ ജൂലൈ 10 പ്രസിദ്ധീകരിക്കപ്പെടും. അതുപോലെ പ്രധാനപ്പെട്ട റീറ്റെയിൽ പ്ലെയർ ആയിട്ടുള്ള ഡിമാർട്ടിൻ്റെത് ജൂലൈ 11 വരാൻ പോവുകയാണ്. റിസൾട്ടിനോടനുബന്ധിച്ച് വരുന്ന ഗ്രോത്ത് ഗൈഡൻസും മാനേജ്മെന്റ് കമന്ററിയൊക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ച വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ഇത്തരത്തിലുള്ള Q1 റിസൾട്ടുകളുടെ തുടക്കമായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സെല്ലിംഗ് ആണ്. ഈ ജൂലൈ മാസം അവർ തുടർച്ചയായിട്ട് സെല്ല് ചെയ്യുകയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഏകദേശം 5,773 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഇപ്പോൾ അവർ നടത്തിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഇന്ത്യ US ട്രേഡ് ടോക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അൺസർട്ടനിറ്റിയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെയും സെല്ല് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ സ്ട്രെച്ച്ഡ് ആയിട്ടുള്ള വാല്യുവേഷൻസ് നമ്മുടെ മാർക്കറ്റിലെ പല സ്റ്റോക്കുകളും പ്രത്യേകിച്ച് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെഗ്മെന്റിൽ ഹൈ വാല്യുവേഷനിലാണ് പല സ്റ്റോക്കുകളും ട്രേഡ് ചെയ്യുന്നത്.
തീർച്ചയായിട്ടും അതും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഹഡിലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ Q1 റിസൾട്ടുകൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ വരികയും US ട്രേഡ് ടോക്സ് പോസിറ്റീവായി വരികയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് നല്ല ബൈങ് നമ്മളെ മാർക്കറ്റിൽ കാണാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഇന്ത്യൻ റൂപ്പി ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ടെക്നിക്കൽ റെസിസ്റ്റൻസ് സോണിലാണ് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. 85.35 85.4 എന്നുള്ള ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഈ ഒരു റൂപ്പി തീർച്ചയായിട്ടും അത് താഴ്ത്തു വരണമെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് വരേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇവന്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അമേരിക്കൻ മാർക്കറ്റിൽ നിന്നാണ്. കഴിഞ്ഞ ജൂൺ 17-18 തീയതികളിൽ നടന്ന FOMC മീറ്റിംഗിന്റെ മിനിറ്റ്സ് അത് ഒഫീഷ്യലി പ്രസിദ്ധീകരിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഇവർ റേറ്റ് കട്ട് ചെയ്യേണ്ട എന്ന രീതിയിൽ എത്തിയിട്ടുള്ള ആ ഒരു കമൻട്രി അതിൻ്റെ പൂർണ്ണമായ ഡീറ്റെയിൽസ് മാർക്കറ്റിൽ അവൈലബിൾ ആവും. അപ്പോൾ അതിൽ നിന്നും നമുക്ക് വരാൻ പോകുന്ന റേറ്റ് കട്ടിൻ്റെ സാധ്യതകളും വായിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ നിലവിൽ ജോബ് ഡാറ്റ പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ S&P 500ഉം US മാർക്കറ്റിലെ ഇൻഡിസസ് എല്ലാം വളരെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൊതുവെ അനുകൂലമായ ഒരു സാഹചര്യം അമേരിക്കയിൽ നിലവിലുണ്ട്. അപ്പോൾ ഫെഡറൽ റിസർവിൻ്റെ അടുത്ത പോളിസി മീറ്റിംഗ് നടക്കുന്നത് ജൂലൈ 29-30 തീയതികളിലാണ്. അപ്പോൾ ജെറോം പവലിൻ്റെ കമൻട്രി വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അടുത്ത് തന്നെ ഒരു റേറ്റ് കട്ടിൻ്റെ സാധ്യത ഇല്ല എങ്കിലും പൊതുവെ സെപ്റ്റംബർ മാസം ഒരു റേറ്റ് കട്ട് അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ക്രൂഡ് ഓയിൽ പ്രൈസുമായി ബന്ധപ്പെട്ടിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിൽ കാണുന്നത്. OPEC+ രാജ്യങ്ങൾ അവർ കൂടുതൽ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാം, പ്രത്യേകിച്ച് ഈ ഓഗസ്റ്റ് മാസത്തിൽ 5,48,000 ബാരൽസ് പെർ ഡേ പ്രൊഡ്യൂസ് ചെയ്യാനാണ് അവരുടെ തീരുമാനം. അപ്പോൾ ഇറാൻ-ഇസ്രായേൽ വാറിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ വളരെയധികം ഉയർന്നുപോയ ക്രൂഡ് ഓയിൽ പ്രൈസിനെ ഇപ്പോൾ നോർമലൈസ് ചെയ്തുകൊണ്ട് സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രൈസ് 66 എന്ന ലെവലിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ലെവലിൽ നിന്നും 60 എന്നുള്ള ആ ഒരു ലെവലിലേക്ക് തീർച്ചയായിട്ടും ഈ പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നത് കൊണ്ട് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവായിട്ട് ഒരു കാര്യമായിരിക്കും അത്. അപ്പോൾ അടുത്ത ആഴ്ച ധാരാളം കോർപ്പറേറ്റ് ആക്ഷൻസ് നമുക്ക് കാണാൻ കഴിയും. അത് ഡിവിഡൻഡിൻ്റെ രൂപത്തിലും റൈറ്റ്സ് ഇഷ്യൂ, ബോണസ് ഷെയറുകൾ, ഏകദേശം 10-36 കമ്പനികൾ ഈ രീതിയിലുള്ള ആക്ഷൻസ് മാർക്കറ്റിൽ എടുക്കാൻ പോകുന്നത് അടുത്ത ആഴ്ചകളിലാണ് കാണാൻ കഴിയും. പ്രത്യേകിച്ച് നിഫ്റ്റിയിലുള്ള ടൈറ്റാൻ, JSW സ്റ്റീൽ, സൺ ഫാർമസ്യൂട്ടിക്കൽസ് ഒക്കെ കോർപ്പറേറ്റ് ആക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട സ്റ്റോക്കുകളാണ്. അതുപോലെ തന്നെ JK സിമെന്റ്, ഇംഗർസോൾ റാൻഡ്, എംഫസിസ്, ഫൈസർ, അപ്പോളോ ടയർസ്, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, കാൻഫിൻ ഹോംസ്, IDFC ഫസ്റ്റ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളും ഈ രീതിയിലുള്ള കോർപ്പറേറ്റ് ആക്ഷൻസിൽ ലൈം ലൈറ്റിൽ വരുന്ന സ്റ്റോക്കുകളായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാൻ കഴിയും. ഇപ്പോൾ മാർക്കറ്റിൽ ഓരോ ആഴ്ചകളിൽ പുതിയ IPOകൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ പുതിയൊരു IPO നമ്മൾ കാണുന്നത് ട്രാവൽ ആൻഡ് ഫുഡ് സർവീസസിൻ്റെ മെയിൻ ബോർഡ് IPO ആണ്. ഈ ട്രാവൽ ആൻഡ് ഫുഡ് സർവീസസ് ലിമിറ്റഡ് പ്രത്യേകിച്ച് എയർപോർട്ട് ലോഞ്ചുകളിലും ഹൈവേകളിലുമൊക്കെ ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ്സ് നടത്തുന്ന ഒരു കമ്പനിയാണ്. 2007 ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഈ ഒരു കമ്പനിക്ക് വലിയൊരു ഫുഡ് ആൻഡ് ബെവറേജ് ബ്രാൻഡ് പോർട്ട്ഫോളിയോ നമുക്ക് കാണാൻ കഴിയും. 117 പാർട്ട്നേഴ്സും ഇൻഹൗസ് ബ്രാൻഡുകളുമുള്ള ഇവരെ സംബന്ധിച്ചുള്ള 397 ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റുകൾ ഇന്ത്യയിലും മലേഷ്യയിലുമായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് എയർപോർട്ട് ബേസ്ഡ് ആയിട്ടുള്ള ലോഞ്ചുകളിൽ ഇവരുടെ ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു IPOയുടെ ആ ഒരു ഡേറ്റ് നമ്മൾ കാണുന്നത് ജൂലൈ 7 മുതൽ ജൂലൈ 9 വരെയാണ്. ഈ ദിവസങ്ങൾക്കിടയിലാണ് നമുക്ക് ഈ IPOക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക. ഇതിൻ്റെ ഇഷ്യൂ പ്രൈസ് നമ്മൾ കാണുന്നത് പെർ ഷെയർ 1045 മുതൽ 1100 എന്നുള്ള ഒരു പ്രൈസ് ബാൻഡിലാണ്. അപ്പോൾ 2000 കോടിയുടെ ഇഷ്യൂ സൈസുള്ള സാമാന്യം മോശമല്ലാത്തൊരു IPO ആണ് ഇതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ കമ്പനിയുടെ ഒരു ഫൈനാൻഷ്യൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അസറ്റിലായാലും റവന്യൂവിലായാലും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയാലും എബിറ്റ് ആയാലും നെറ്റ്വർത്ത് ആയാലും മറ്റ് റിസർവുകളായാലും എല്ലാറ്റിലും ഒരു ഗ്രോത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. 2023, 2024, 2025 3 വർഷങ്ങളിലുള്ള ആ ഒരു ഗ്രോത്ത് നമ്മൾ പരിശോധിച്ചാൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വളരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ ഈ ഒരു കമ്പനിയുടെ ROE 35, ROCE 51 എന്ന ലെവലിലൊക്കെ കാണാൻ കഴിയും. ശക്തമായ ഫണ്ടമെൻ്റൽസ് ആണ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ ഇതിൻ്റെ വാല്യുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പിയർ കമ്പനികളായിട്ടുള്ള ഇപ്പോൾ ജുബിലൻറ്റ് ഫുഡ് വർക്ക്സ്, ദേവയാനി ഇൻ്റർനാഷണൽ, സഫയർ ഫുഡ്സ്, വെസ്റ്റ് ലൈഫ് ഫുഡ് വേൾഡ്, റെസ്റ്റോറൻറ്റ് ബ്രാൻഡ്സ് ഓഫ് ഇന്ത്യ, ഇവയുടെയൊക്കെ PE 2000 വരെ PE ഉള്ള സ്റ്റോക്കുകളുണ്ട്. അതുപോലെ 500, 900 എന്നീ ലെവലിലൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ PE 38, 40 ആ റേഞ്ചിലാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ വാല്യുവേഷൻ ബേസും അതുപോലെ കമ്പനിയുടെ ഫണ്ടമെൻ്റൽസ് വെച്ച് നോക്കുകയാണെങ്കിലും അതുപോലെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിലും ഈ സ്റ്റോക്ക് വളരെ അട്രാക്റ്റീവായിട്ടാണ് ഇതിൻ്റെ ഒരു IPO നമുക്ക് കാണാൻ കഴിയുക. എങ്കിൽ പോലും ഇതിൻ്റെ ഒരു ഫേസ് വാല്യൂ 1 മാത്രമുള്ള ഒരു IPO ആയിട്ടാണ് നമുക്ക് കാണുക. അപ്പോൾ അതിൻ്റെ വില ഇവർ നിശ്ചയിച്ചുള്ള 1000 മുകളിലുള്ള ആ ഒരു പ്രൈസ് കുറച്ച് ഹൈ പ്രൈസായിട്ട് നമുക്ക് തോന്നാം. എങ്കിലും വാല്യുവേഷൻ ബേസ് ഇത് ഓക്കെയാണ്. അതുപോലെ ബിസിനസ് പെർഫോമൻസ് വെച്ച് നോക്കുമ്പോഴും ഒരു മീഡിയം ടു ലോങ് ടേം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു
IPO ആയിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു IPOക്ക് ഒരു ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടാകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിൽ പോലും നമ്മൾ അടുത്തുള്ള ഗ്രേ മാർക്കറ്റ് പ്രീമിയം കൂടി വാച്ച് ചെയ്തുകൊണ്ട് IPOക്ക് അപ്ലൈ ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് അടുത്ത ആഴ്ച മാർക്കറ്റുമായി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് പറയാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.